നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും പൂത്തിരികളുമായി ഇതാ ജീസസ് കിഡ്സ്. ഏവർക്കും സ്വാഗതം. പ്രവർത്തികളുടെ വെളിച്ചത്തിൽ പാഠങ്ങൾ പഠിക്കുന്ന അനുഭവങ്ങളുടെ കഥകളുമായി ഇതാ കാട്ടിലെ കൂട്ടുകാർ. പപ്പാ, ആമസോണിൽ നിന്നും എനിക്ക് എന്തൊക്കെയാ കൊണ്ടുവന്നിരിക്കുന്നത്? അധിക സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല മോനെ. അയ്യോ, അപ്പോഴേക്കും പിണങ്ങിയോ? മോന് കളിക്കാനുള്ള സാധനങ്ങളൊക്കെ പപ്പ വാങ്ങിയിട്ടുണ്ട്. കാണട്ടെ. മിഠായി ഉണ്ട്, പെർഫ്യൂം ഉണ്ട്, ടോയ്സ് ഉണ്ട്, പിന്നെ മിഠായി ഇതെന്റെ കൂട്ടുകാർക്ക് കൊടുക്കണം കേട്ടോ. വേണം മോനെ. പപ്പ വന്നിട്ട് കൂട്ടുകാർക്കൊന്നും കൊടുത്തില്ലെങ്കിൽ മോശമല്ലേ? നന്നായി. ഇതൊക്കെ കാണുമ്പോ കൂട്ടുകാർക്ക് ഒത്തിരി സന്തോഷമാവും. ദേ ഇങ്ങോട്ട് നോക്കിയേ, നല്ല കളർഫുൾ ആയ ഒരു എന്തൊരു ബോൾ. ഭംഗിയുള്ള മോന് ബോൾ. കളിക്കാനാ. ഹായ്, നല്ല ചന്തം. മോനെ, പപ്പ യാത്ര ചെയ്ത് ക്ഷീണിച്ചു, ഒന്ന് കുളിക്കട്ടെ. ഓക്കേ പപ്പ, ഓക്കേ ഓക്കേ. ഓ, നല്ല ഭംഗിയുള്ള പന്ത്. ഹായ്. ഈ പന്ത് ഉപയോഗിച്ച് ഞാൻ ഇന്നൊരു കളി കളിക്കും. ചുമ്മാ ഷൈൻ ചെയ്യാൻ ഗ്രൗണ്ടിൽ പോയി കളിക്കാം. പപ്പ, ഞാനൊന്ന് കളിച്ചിട്ട് വരാം കേട്ടോ. ബൈ. ഇങ്ങോട്ട് എവിടേക്കാ അടിക്കുന്നേ? നേരെ നേരെ. ഇനി ഞാൻ ഓ നീ കളിക്കാനൊരു സുഖമില്ലട്ടാ. അതെ അതെ, അത് ശരിയാ. അല്ലാണ്ട് ഇപ്പൊ എന്ത് ചെയ്യാനാണ്? ഉള്ള ബന്ധമുണ്ടല്ലേ കളിക്കാൻ പറ്റൂ. കളിക്കണേ കളിക്ക്. അമ്പനെ തുമ്പനെ एक दूजे के लिए अम्बने तुmbने एक दूजे के लिए I don't know what you say, I don't know what you say, I don't know what you say. കൂട്ടുകാരെ, hi, I'm coming. ശരിയാണല്ലോ, പപ്പീസിനൊരു ബോളുണ്ട്. ഇവനെ എവിടുന്നാണ് ഈ ബോൾ കിട്ടിയത്? എന്റെ ഈ ബോൾ കണ്ടോ? എന്റെ പപ്പ ആമസോണിൽ നിന്നും വന്നിരിക്കുന്നു. ആ, ദേ കണ്ടില്ലേ, നിങ്ങൾക്ക് കളിക്കാനായിട്ട് ബോൾ കൊണ്ടുവന്നിട്ടുണ്ട്. ദേ മിഠായി. കഴിക്ക്. ഇത് കഴിഞ്ഞ് ഇതിൽ തരാം കേട്ടോ. ഇത് കൊള്ളാണ്. എങ്ങനെയുണ്ടോ? നല്ല മിഠായിയാണല്ലോ. കഴിച്ചു നോക്കൂ. നല്ല മധുരമുണ്ട്. ഇനി ഇതുപോലത്തെ കൊണ്ടുവരണം. സൂപ്പർ ആയിട്ടുണ്ട്. ആമസോണിൽ നിന്നും കൊണ്ടുവന്നതാ, അതാ അത്ര ടേസ്റ്റ്. ഇതാ ആമസോണിൽ നിന്ന് കൊണ്ടുവന്നാണല്ലേ. ഓഹോ, കളിക്കിട്ടുണ്ട്. ഈ മിഠായി സൂപ്പർ ആയിട്ടുണ്ട്.
I don't know what you say. I don't know what you say. ആ ഇനി നമുക്ക് സുന്ദരമായ ഒരു കളി കളിക്കാം. എന്റെ പപ്പീസേ, ഈ പ്ലാസ്റ്റിക് പന്തോട് കളിക്കാൻ പറ്റൂല എന്ന് ഞങ്ങൾ പറഞ്ഞേള്ളൂ. ആ, ശരിയേട്ടാ. എന്തായാലും പപ്പീസ് ഒന്ന് നന്നായി. ദാ പിടിച്ചോ. ചാണത്തിലാണോ വീണത്? അയ്യേ, ജോറായിട്ടാ. അതിപ്പോ നമുക്കൊരു കാര്യം ചെയ്താലോ? ഇയാളെന്താ കാണിക്കാൻ പോകുന്നേ? അയ്യേ, ഈ ഗംഭീരത എന്താണ് കാണിക്കാൻ പോണത്? ജോറായിട്ടുണ്ട്. അത് കയ്യിലാവൂല ചാണം മൊത്തം. എന്തൊരു നാറ്റമാണിത്. അയ്യയ്യേ, ഇത്രയും ചാണം പൊതിഞ്ഞ ബോള് ഞാൻ കൊണ്ടുപോകാനോ? എനിക്കൊന്നും വേണ്ട ഇത്. അയ്യേ, ഒരു ബോള്. അല്ല പപ്പീസേ, ഈ ബോള് കഴുകിയെടുത്ത പോരെ നമുക്ക് വീണ്ടും കളിക്കാലോ? ഈ ബോള് നിറയെ രോഗാണുക്കളാ. ഇത് കഴുകിയാലൊന്നും പോകത്തില്ല. എനിക്കൊന്നും വേണ്ട. എന്റെ പപ്പ ആമസോണിൽ നിന്നും ഇഷ്ടം പോലെ ബോളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് വെച്ച് നമുക്ക് ഇനിയും കളിക്കാം. ഈ കൂറ ബോൾ എനിക്ക് വേണ്ട. ബോള് വേണ്ടല്ല, ഞാൻ എടുക്കാട്ടാ. ഈയടാ, എനിക്കൊന്നും വേണ്ട ബോള്. നീ വേണമെങ്കിൽ എടുത്തോ. ഇത് കൊള്ളാല. ഈ ബോള് കഴുകിയെടുത്തായിരുന്നില്ല ഒരു കുഴപ്പമില്ലേ? അത് ശരിയാണ് കേട്ടോ. ആ പപ്പീസിന് വേറെ ബോൾ ഉണ്ടാവും. അതാണ് അവരിത്ര അഹങ്കാരം. എന്തായാലും നമുക്ക് ഈ ബോൾ കൊണ്ട് ഇനി ഡെയിലി കളിക്കാം. അത് കറക്റ്റ്. ഞാനേ വീട്ടിൽ കൊണ്ടുപോയിട്ട് സൂപ്പറായിട്ട് കഴുകിക്കൊണ്ടുവരാം. ആ, എന്നാ പിന്നെ അങ്ങനെ ആകട്ടെ. നമുക്ക് പോവാം കേട്ടാ. നമുക്ക് നാളെ വരാം. ഈ പന്ത് വീശി കളിക്കുകയും ചെയ്യാം. ഇനി നാളെ കളിക്കാം. എന്താ എന്താടാ എന്താണെന്ന് നീ കാര്യം പറ. എനിക്കൊരു ബോൾ വേണം. ഞാൻ പറഞ്ഞില്ലേ ഒരു ബോളെ കൊണ്ടുവന്നുള്ളൂന്ന്. അത് നീ കളഞ്ഞല്ലേ? വേറൊരു ബോൾ വേണം. പപ്പീസേ, ഞാൻ തന്ന ബോള് നല്ല വിലയുള്ളതായിരുന്നു. അത് നീ കൊണ്ടുപോയി കളഞ്ഞില്ലേ? അയ്യോ, അത് മൊത്തം ചാണകുഴിയിൽ വീണ് ചെളിയായി വൃത്തികേടായി. അതിനെന്താ, അതൊന്ന് കഴുകി തുടച്ചെടുത്താ പോരെ? കൊണ്ടുപോയി കളയണോ? എനിക്ക് വേറെ ബോള് തരണം. ഞാൻ അവിടെ കരുതിട്ടൊരു കാര്യമില്ല. എന്തായാലും പുതിയത് വാങ്ങി തരുന്ന പ്രശ്നമില്ല. എന്റെ കൂട്ടുകാരുടെ എനിക്ക് പുതിയ ബോൾ വാങ്ങി തായോ. എനിക്ക് ബോളില്ല, അതിന് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. എങ്ങനെയുണ്ട്? കണ്ട 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 ഇപ്പൊ എങ്ങനെയുണ്ട് ഈ ബോള്? വളരെ വൃത്തിയായിട്ടുണ്ട്. എത്ര നേരം എടുത്തെന്നറിയ ഇതൊന്ന് വൃത്തിയാക്കാനായിട്ട്. ഒരു മുടിഞ്ഞ സ്മെല്ലായിരുന്നു. ഇപ്പൊ കണ്ടാൽ പുത്തൻ ബോളാണെന്നേ തോന്നുന്നു. നമുക്ക് ഇനി ഡെയിലി കളിക്കാൻ പന്തായി. നമുക്ക് ഗ്രൗണ്ടിൽ പോയാലോ? ഇതേതാ ഈ പുതിയ ബോള്? ഇത് പുതിയ ബോളാ. ഇത് പുതിയതൊന്നല്ല പപ്പീസേ. പപ്പീസ് ഇന്നലെ കളഞ്ഞ ബോളില്ലേ, അത് ഞാൻ എടുത്ത് നന്നിട്ട് കഴുകിയാണ്ട് വൃത്തിയാക്കി. അപ്പോ എന്റെ ബോളല്ലേ അത്? ഇങ്ങ് തന്നേക്ക്. അതെന്ത് ഡയലോഗ് ഇത്? നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നോക്കണ്ട. ബോള് തരാനല്ലേ ഞാൻ പറഞ്ഞത്. ഇതെന്തിട്ട് പറഞ്ഞാ ഈ പറയണ പപ്പീസേ? പപ്പീസ് കളഞ്ഞ ബോളല്ലേ ഞാൻ എടുത്തത്. അതെ പപ്പീസേ, വാക്ക് മാറ്റി പറയുന്നത് ശരിയല്ല കേട്ടോ. എനിക്ക് എന്റെ ബോള് കിട്ടണം. നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് കേക്കണ്ട. ബോള് താടാ ഇങ്ങോട്ട്. എന്തായി കാണിക്കുന്നത്? ഒരു ബോളിന് വേണ്ടിയാണോ വെറുതെ കടിപിടി? ഒരുമിച്ച് എന്താ മാറി നിൽക്കാനല്ലേ പറഞ്ഞത്? എന്താ ഇവിടെ എന്താ ഒരു തർക്കം? എന്താ പ്രശ്നം? സാറേ, ഈ പപ്പീസ് വേണ്ടെന്ന് പറഞ്ഞ ബോള് ഗംഭീർ എടുത്തു. അത് വൃത്തിയാക്കി കഴുകി കൊണ്ടുവന്ന സമയത്ത് ഗംഭീറിന്റെ കയ്യിൽ നിന്ന് പപ്പീസ് തട്ടിപ്പറിക്കാൻ ശ്രമിക്കുന്നു. പപ്പീസേ, വൃത്തികേടായതുകൊണ്ട് പപ്പീസ് ഉപേക്ഷിച്ച ബോളല്ലേ അത്? എന്നാലും എന്റെ ബോളല്ലേ അത്? വൃത്തിയാക്കി കൊണ്ടുവന്നത് എനിക്ക് എന്റെ പപ്പ കൊണ്ടുവന്നതല്ലേ അത്? നിർത്ത്. നിങ്ങൾ തർക്കിക്കാതെ
വെറുതെ ഒരു ബോളിന് വേണ്ടി ഒരു ആവശ്യവുമില്ലാതെ രണ്ടുപേരും വഴക്കിടുന്നത് ശരിയല്ല. മക്കളെ, നിങ്ങളുടെ ഈ വഴക്ക് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഞാൻ കണ്ടൊരു നാടകമാ. ഇതുപോലെ രണ്ടുപേര് തമ്മിലുണ്ടായ തർക്കത്തിന്റെ കഥ. അത് കേട്ടാൽ ഈ പ്രശ്നത്തിനൊരു പരിഹാരമാകും. കുറച്ചു കാലം മുമ്പ് ഞാൻ ഏഴിമലക്കാട്ടിൽ ഒരു സ്കൂളിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവിടുത്തെ കുട്ടികൾ അവതരിപ്പിച്ച ഒരു നാടകമാണിത്. ഒരു കുഞ്ഞിനു വേണ്ടി പ്രശ്നമുണ്ടാക്കുന്ന രണ്ടമ്മമാരുടെ കഥ. അടിയൻ, ആ പരാതിക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവരൂ. അടിയൻ. എന്താ ഇവരുടെ പ്രശ്നം? പ്രഭു, ഈ കുഞ്ഞ് ഇവർ രണ്ടുപേരുടേതാണെന്നുള്ളതാണ് തർക്കം. പ്രഭു, ഈ കുഞ്ഞ് എന്റേതാ. അല്ല പ്രഭു, ഞാൻ 10 മാസം ചുമന്ന് പ്രസവിച്ച എന്റെ ചോരയായി. അല്ല, കള്ളം, പച്ചക്കള്ളം. വർഷങ്ങളായി ഒരു കുഞ്ഞിന് വേണ്ടി ആറ്റുനോറ്റ് പ്രാർത്ഥിച്ച എനിക്ക് ദൈവം തന്ന സമ്മാനമാ ഈ കുഞ്ഞ്. മതിയാക്കൂ. നിങ്ങളുടെ തർക്കം തീർക്കാൻ ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഒരു കാര്യം ചെയ്യുക. നിങ്ങൾ തർക്കിക്കാതെ രണ്ടുപേരുമായി ഈ കുഞ്ഞിനെ പങ്കിട്ടെടുക്കുക. എവിടെ ആ കുഞ്ഞ്? ഇങ്ങോട്ട് കൊണ്ടുവരും. ഈ വാള കൊണ്ട് ഞാൻ ഈ കുഞ്ഞിനെ 2 ഭാഗമാക്കാൻ കൽപ്പിക്കുന്നു. രാജൻ, എന്റെ കുഞ്ഞിനെ കൊല്ലരുത് രാജൻ. എന്റെ കുഞ്ഞിനെ കൊല്ലാൻ പാടില്ല. അതുകൊണ്ട് എന്റെ കുഞ്ഞിനെ പീലി എടുത്തോട്ടെ. പീലി കുഞ്ഞിനെ എനിക്ക് തന്നില്ലെങ്കിലും വേണ്ടില്ല. ഈ കുഞ്ഞ് ജീവനോടെ ഇരുന്നാ മതി. കരയാതെ. സ്വന്തം കുഞ്ഞിന്റെ ജീവന് വേണ്ടി മകനെ ഉപേക്ഷിക്കാൻ വരെ തയ്യാറായ മാതൃഹൃദയത്തിന് മുമ്പിൽ നാം നമിക്കുന്നു. ആരുടെ ഈ പീലിയെ തുറുങ്കിൽ അടയ്ക്കുക. കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെടുമെന്ന് കണ്ട് കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ തയ്യാറായ മോട്ടുവിന്റെ കഥ നിങ്ങൾക്ക് മനസ്സിലായോ? രക്ഷിക്കാൻ ശ്രമിക്കുന്നവരാണ് യഥാർത്ഥ ഉടമകൾ. എന്തും സ്വന്തമാക്കുന്നത് അതിന്റെ ഉടമസ്ഥത കൊണ്ടല്ല, മറിച്ച് അതിനെ എങ്ങനെ സംരക്ഷിക്കുന്നു എന്നതനുസരിച്ചാണ്. സാർ, എൻ്റെ തെറ്റെനിക്ക് മനസ്സിലായി. പപ്പ വന്നതിൻ്റെ അഹങ്കാരവും വീണ്ടും കളിപ്പാട്ടങ്ങൾ കിട്ടുന്നുള്ള എൻ്റെ ധാർഷ്ട്യവുമാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം. കൃഷിഭൂമിയുടെ യഥാർത്ഥ ഉടമ കർഷകനാണ്. അതുപോലെ ഈ ഭൂമിയെ പരിരക്ഷിക്കുന്ന ദൈവമാണ് ഈ ഭൂമിയുടെ ഉടമസ്ഥൻ. ആ ഉടമസ്ഥനോട് നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് കിട്ടുന്നത് സംരക്ഷിക്കാൻ, പങ്കുവെക്കാൻ. പ്രവർത്തികളിലെ നന്മയ്ക്ക് കാരണമാകുന്ന അറിവിന്റെ മൊഴിമുത്തുകൾ ഇനി ശ്രദ്ധിക്കാം. ടിങ്കു ടിങ്കു ലിറ്റിൽ സ്റ്റാർ. ഹായ് കൂട്ടുകാരെ. ഹായ് ടിങ്കു. ഓക്കെ ടിങ്കു, ടിങ്കുവിൻ്റെ എന്തെല്ലാമാണ് പുതിയ വിശേഷങ്ങൾ? ഞാൻ അറിയാം. ഓക്കെ ഞാൻ ഇന്ന് സൺഡേ ക്ലാസ്സിൽ ഒരു പാട്ട് പഠിച്ചു. സൺഡേ ക്ലാസ്സിൽ പോയപ്പോൾ പുതിയൊരു പാട്ട് പഠിച്ചിട്ടാണ് നമ്മുടെ ടിങ്കു വന്നിരിക്കുന്നത്. ഓക്കെ, എന്തിനെക്കുറിച്ചുള്ള പാട്ടായിരുന്നു അത്? മിന്ന മിന്നിയെക്കുറിച്ചുള്ളതാണ് അല്ലേ? ഓക്കെ, അപ്പോൾ ആ പാട്ടൊന്ന് കേൾക്കാം. കൂട്ടുകാർ തയ്യാറാണല്ലോ അല്ലേ ടിങ്കുവിൻ്റെ പാട്ട് കേൾക്കാൻ? ഓക്കെ, എന്നാൽ ടിങ്കു ഒന്ന് പാടിയേ. ഓക്കെ, ഞാൻ 1 2 3 പറയാം, പക്ഷെ 1 2 3 എന്ന് പറഞ്ഞിട്ടേ പാടാവുള്ളൂ കേട്ടോ. റെഡി? 1. നിന്നോട് ഞാൻ പറഞ്ഞു ചാടി പറയരുത് കേട്ടോ. സോറി. ഓക്കെ, റെഡി? 1 2.
എടാ ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ നിനക്ക്? 3 എന്ന് പറഞ്ഞിട്ടേ പാട്ട് പാടാവുള്ളൂ. ഓക്കെ അങ്കിൾ. റെഡി? 1 2 3 സ്റ്റാർട്ട്. ഇന്ന ഇന്നി 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 ഇന്ന ഇന്നി 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 ഇന്നണതെന്താ കോരിരുളിൽ അരികെ നിന്നിലേ നുറുങ്ങോട്ടം അരികെ നിന്നിലേ നുറുങ്ങോട്ടം യേശുനാഥനേകി നുറുങ്ങോട്ടം. ഓ വെരി ഗുഡ്. തീർന്നില്ല? ഓക്കെ, എന്നാ പാട്. അന്തനു കാഴ്ചയും എതിരനു കേൾവിയും ആശ്രിതർക്കാനങ്ങാതനല്ലോ എനിക്കായി നൽകി നുറുങ്ങോട്ടം എങ്ങും പ്രകാശിക്കാൻ എങ്ങും പ്രകാശിക്കാൻ വരുന്നു നീയും വരുന്നു എങ്ങും പ്രകാശിക്കാൻ. ഓ നല്ല പാട്ടാണ് അല്ലേ? ടിങ്കു നന്നായിട്ട് പാട്ടൊക്കെ പാടി. ഓക്കെ, മിന്നാമിന്നിയെക്കുറിച്ചുള്ള പാട്ടിൽ നല്ലൊരു സന്ദേശം ഉണ്ടായിരുന്നു. പിന്നില്ലാതെ. എന്തായിരുന്നു അങ്കിൾ സന്ദേശം? അത് നീയല്ലേ പറയേണ്ടത്. അങ്കിൾ പറഞ്ഞാൽ മതി. അങ്കിൾ പറയണമെന്നാ പറയുന്നത്. ആ മിന്നാമിന്നി വളരെ ചെറിയൊരു ജീവിയാണ്. പക്ഷേ ദൈവം കൊടുത്തിരിക്കുന്ന ആ ഒരു കഴിവ്, പ്രകാശമേകുവാനുള്ള കഴിവ്, എങ്ങും പ്രകാശിക്കാനായിട്ട് ആ മിന്നാമിന്നി ഉപയോഗിക്കുകയാണ്. അതെ. അപ്പോൾ മിന്നാമിന്നിയേക്കാൾ എത്രയോ ശ്രേഷ്ഠമായിട്ടാണ് ദൈവം നമ്മെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു മിന്നാമിന്നിക്ക് അത്രമാത്രം കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുമെങ്കിൽ നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന കഴിവുകളെ നാം ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കണം. എനിക്കറിയാം. എന്ത്? ഓ, മിന്നാമിന്നിയെപ്പോലെ സ്വന്തം കഴിവുകളെ ദൈവത്തിന് വേണ്ടി ഉപയോഗിച്ച ആളുകളെ ടിങ്കുവിന് അറിയാമെന്നാ പറയുന്നത്. അതാരൊക്കെയാ അത്? പെട്ടെന്ന് പറ. നീ പെട്ടെന്ന് പറ. ഓ അത് ശരിയാ. നോഹയ്ക്ക് ദൈവം കൊടുത്തിരിക്കുന്ന കഴിവുകളെ ദൈവത്തിന് വേണ്ടി ഉപയോഗിച്ചു. തൻ്റെ ജീവിതത്തിൽ വളരെ നീതിമാനായിട്ടാണ് നോഹ ജീവിച്ചത്. എന്തെല്ലാം കാര്യങ്ങളാണ് താൻ നീതിമാനായതുകൊണ്ട് ദൈവം അവനെ ഏൽപ്പിച്ചത്? വലിയൊരു പെട്ടകമുണ്ടാകുവാനായിട്ട് നോഹയെ ഏൽപ്പിച്ചു. നാമും നമ്മുടെ ജീവിതത്തിൽ വിശ്വസ്തയോടെ നീതിയോടെ നമ്മുടെ കഴിവുകൾ ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ വലിയ ഉത്തരവാദിത്വത്തെ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകും. ശരിയാ. ഓക്കെ, പിന്നീട് തൻ്റെ കഴിവുകൾ ഉപയോഗിച്ച വേറെ ആരെങ്കിലും അറിയാമോ? എനിക്ക് അറിയത്തില്ല. എന്നാൽ അങ്കിൾ ഒരാളുടെ കാര്യം പറയാം. ഓക്കെ, ഇസ്രയേലിൽ നിന്നും ആരാം രാജ്യത്തിലെ സേനാധിപനായിരിക്കുന്ന നയമാൻ പിടിച്ചു കൊണ്ടുപോയ ഒരു പെൺകുട്ടിയുടെ കഥ ബൈബിളിൽ പറയുന്നുണ്ട്. അതെ, വളരെ ചെറുപ്പത്തിൽ തൻ്റെ സ്വന്തം രാജ്യത്തിൽ നിന്നും സ്വന്തം ജനത്തിൽ നിന്നും വിട്ടുജീവിക്കേണ്ടി വന്ന ഈ പെൺകുട്ടി തൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കിയ ഒരു പ്രവാചകനെ അവരുടെ ഇടയിൽ പറയുവാനായിട്ട് താല്പര്യമെടുത്തു. ഉണ്ടോ? ഏത് പ്രവാചകനെ കുറിച്ചാണ് പറഞ്ഞത്? ആ ശരിയാണ്, ഏലീശ പ്രവാചകനെ കുറിച്ചാണ് പറഞ്ഞത്. കാരണം താൻ ആ വീട്ടിൽ വന്നപ്പോൾ അവിടുത്തെ അവസ്ഥ മനസ്സിലാക്കി. തൻ്റെ യജമാനൻ ഒരു വലിയ രോഗത്തിന് പിടിയിലാണെന്ന് മനസ്സിലായി. ഏത് രോഗത്തിനാണെന്നറിയാമോ? എനിക്ക് അറിയത്തില്ല. ഒന്ന് ശരിക്കും ഞാൻ പണ്ട് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ ഈ കഥ. ഞാനൊന്ന് ഓർത്ത് നോക്കണ്ടേ. ഏതാ? ഏതാ? കുഷ്ഠരോഗം. അതെ, കുഷ്ഠരോഗം. സമൂഹം വെറുക്കുന്ന രോഗമാണ് കുഷ്ഠരോഗം. എന്നാൽ ഈ രോഗത്തിൽ നിന്നും വിടുതൽ നൽകുവാനായിട്ട് തീർച്ചയായിട്ടും ഈ പ്രവാചകന് കഴിയുമെന്ന് മനസ്സിലാക്കി ഈ പെൺകുട്ടി തന്നിലുള്ള ആ ചെറിയ പ്രകാശം ആ കുടുംബത്തിൽ പരത്തുവാനായിട്ട് ഇടയായി തീർന്നു. അത് ആ കുടുംബത്തിൽ തന്നെ വലിയൊരു വിജയത്തിനും സന്തോഷത്തിനും കാരണമായി തീർന്നു. അപ്പോൾ ആ പെൺകുട്ടി ചെയ്തതുപോലെ നമ്മിലുള്ള ചെറിയ പ്രകാശം നാം നമ്മുടെ കൂട്ടുകാർക്ക് നൽകുമ്പോൾ, നമ്മുടെ സുഹൃത്തുക്കൾക്ക് നൽകുമ്പോൾ, നമ്മുടെ വീട്ടിൽ പരത്തുമ്പോൾ അത് എത്രയോ ആനന്ദമാണ്, എത്രയോ സന്തോഷമാണ്. ബൈബിളിൽ ഒരു വാക്യം പറയുന്നുണ്ടെന്ന് പറയുന്നത്. ഏതാണ്? നിങ്ങൾ ശരിയാണ്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് വളരെ പ്രയോജനമുള്ള കാര്യമാണല്ലേ? അപ്പം നാം ഓരോരുത്തരും പ്രയോജനമായി തീരേണ്ട ഉപ്പ് പോലെയാണ് മറ്റുള്ളവർക്ക് മധുരമുണ്ടാകേണ്ടത്. കയ്പിൻ്റെ അവസ്ഥയിൽ നിന്ന് മധുരത്തിൻ്റെ അവസ്ഥയിലേക്ക് കൊണ്ടുവരേണ്ടവരാണ് നാം. ഇനിയുണ്ട്. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ ലോകത്തിന്റെ
വിളിച്ചോം. അതെ, നാം ഉപ്പ് മാത്രമല്ല ലോകത്തിൻ്റെ വെളിച്ചവും കൂടിയാണ്. വെളിച്ചം വന്നാൽ അവിടെ നന്മ തിന്മകളെ തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ആളുകളെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പം മിന്നാമിന്നി ചെയ്തതുപോലെ എത്രയോ ചെറിയ ഒരു കഴിവാണ് തനിക്ക് കിട്ടിയത്, പക്ഷേ എങ്ങും പ്രകാശിക്കാനായിട്ട് താൻ ആഗ്രഹിച്ചു. അതിനേക്കാൾ എത്രയോ കഴിവുകൾ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ആ കഴിവുകളെ ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ നമ്മൾ തയ്യാറാണോ? ഞാൻ തയ്യാറാണ്. കൂട്ടുകാരെ, നിങ്ങൾ തയ്യാറാണോ? നമ്മുടെ കഴിവുകളെ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച് മിന്നാമിന്നിയെ പോലെ എങ്ങും പ്രകാശിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. താങ്ക് യു അങ്കിൾ. ഓക്കേ. ആശയങ്ങളും ആഗ്രഹങ്ങളും കൈമാറുന്ന സമയം. കാത്തിരിക്കുകയാണ് നിങ്ങളുടെ കത്തുകൾക്ക്. അയക്കേണ്ട വിലാസം: ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ശാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. ഇനി നമുക്ക് പഠിക്കാം, പ്രാർത്ഥിക്കാം, വിശ്രമിക്കാം. ഗുഡ് ബൈ.